കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCA BSc കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലെ ഫസ്റ്റ് യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. വാച്ച് ചെയ്യാത്തവർ ആ വീഡിയോ ഒന്ന് വാച്ച് ചെയ്യാം. സെക്കൻഡ് യൂണിറ്റിലെ പാർട്ട് 1 ആണിത്. ER മോഡലുകളെ പറ്റിയിട്ടാണ് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കാം. ER മോഡൽ എന്ന് പറയുന്നത് എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡൽ എന്നാണ്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് പീറ്റർ ചെൻ എന്ന് പറഞ്ഞ ഒരു ആളാണ്. ഇറ്റ്സ് എ ഹൈ ലെവൽ കോൺസെപ്ച്വൽ ഡാറ്റ മോഡലാണത്. അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സാധാരണ നമ്മൾ ഡാറ്റാബേസിൻ്റെ സ്ട്രക്ചറിനെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെ? വിഷ്വലി ഡിസൈൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമുക്കൊന്നും കൂടി ഈസി ആയിട്ട് മനസ്സിലാക്കും. ഒരു വിഷ്വൽ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് ഡാറ്റാബേസിൻ്റെ. അതിനാണ് നമ്മൾ ER മോഡൽ അഥവാ എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡൽ എന്ന് പറയുന്നത്. ഇത് റെപ്രസെൻ്റ് ചെയ്യണത് എൻറ്റിറ്റീസ്, ആട്രിബ്യൂട്ട്, റിലേഷൻഷിപ്പ്, അങ്ങനെ 3 കാര്യങ്ങളിലാണ്. ഇനി എന്തിനാണ് നമുക്ക് ER മോഡലിൻ്റെ ആവശ്യം എന്താണെന്ന്, ഡാറ്റാബേസിൻ്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള ബ്ലൂ പ്രിൻ്റ് തരാൻ ഇതിന് കഴിയും. അതേപോലെ നമ്മുടെ യൂസേഴ്സും ഡിസൈനേഴ്സും തമ്മിൽ നല്ലൊരു ഈസി കമ്മ്യൂണിക്കേഷൻ സാധിക്കും. അതുപോലെ റിഡൻഡൻസി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് ഡാറ്റാസിനെയൊക്കെ നമുക്ക് ഈസിലി അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഡാറ്റയുടെ ഇൻറ്റഗ്രിറ്റീനെ ഇംപ്രൂവ് ചെയ്യിപ്പിക്കും. ഇനി നമ്മളുടെ കൺസെപ്ഷ്യൽ മോഡലിനെ റിലേഷണൽ മോഡലാക്കി മാറ്റുകയാണ്. അപ്പോൾ ഓരോ എൻറ്റിറ്റീസും തമ്മിൽ എന്ത് റിലേഷനാണോ ഉള്ളത് എന്നുള്ളത് ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷനിൽ കാണിക്കുക എന്നുള്ളതാണ് ER മോഡലിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. ഇനി ഇതിൻ്റെ ബേസിക് കോമ്പണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ER മോഡലിൻ്റെ. അപ്പോൾ ആദ്യത്തെയാണ് എൻറ്റിറ്റി, പിന്നെ എൻറ്റിറ്റി സെറ്റ്, ആട്രിബ്യൂട്ട്സ്, റിലേഷൻഷിപ്പ്, കോൺസ്ട്രെയിൻറ്റ്സ്, കീസ്, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് എൻറ്റിറ്റി നോക്കാം. എൻറ്റിറ്റി എന്ന് പറയുന്നത് റിയൽ വേൾഡിലുള്ള ഒബ്ജക്റ്റ്സ് ആണ്. നമുക്ക് വേറെ ഒന്നും ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് ഫിസിക്കലി ആവാം, പേഴ്സണൽ ആവാം, ഇവൻ്റ് ആവാം. ഫിസിക്കൽ എന്ന് പറയുന്നത് നമുക്ക് കാറാവാം, ബുക്കാവാം, പെന്നാവാം. പേഴ്സൺ എന്ന് പറയുമ്പോൾ സ്റ്റുഡൻറ്റ്, എംപ്ലോയി. ഇവൻ്റ് എന്ന് പറയുമ്പോൾ എക്സാം ആയിരിക്കാം, പേയ്മെൻ്റ് ആയിരിക്കാം, അങ്ങനെയാണ്. ഇത് റെപ്രസെൻ്റ് ചെയ്യുക റെക്റ്റാങ്കിൾസ് ആണ്. ഈ ER ഡയഗ്രാമിലുള്ള പല റെപ്രസെൻറ്റേഷനുകളുണ്ട്. ഇവൻ സർക്കിൾ ഉണ്ട്, ഓവൽ ഉണ്ടായിരിക്കും, അങ്ങനെ ഡിഫറെൻറ്റ് ഷേപ്പുകളുണ്ട്. അതിൽ റെക്റ്റാങ്കിളാണ് എൻറ്റിറ്റീനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് ഒരു ER ഡയഗ്രാം വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ നിങ്ങൾ എൻറ്റിറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എപ്പോഴും ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് വരച്ചിട്ടായിരിക്കണം. ആ റെക്റ്റാങ്കിൾ ഷേപ്പ് കണ്ടാൽ നമുക്ക് മനസ്സിലാവണം ഇതാണ് എൻറ്റിറ്റി എന്നുള്ളത്. ഇനി എന്താണ് എൻറ്റിറ്റി സെറ്റ്? ഒരുപാട് സിമിലർ ആയിട്ടുള്ള എൻറ്റിറ്റീസിൻ്റെ ഒരു കളക്ഷനെയാണ് നമ്മൾ എൻറ്റിറ്റി സെറ്റ് എന്ന് പറയുന്നത്. തനിയെ എൻറ്റിറ്റീസ് ഉണ്ട്. എൻറ്റിറ്റി സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എൻറ്റിറ്റീസിൻ്റെ എല്ലാം കളക്ഷനെയാണ് നമ്മൾ പറയുന്നത്, സിമിലർ ആയിട്ടുള്ള എൻറ്റിറ്റീസിൻ്റെ. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയാം. സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്റ്റുഡൻറ്റ് എൻറ്റിറ്റി സെറ്റിലായിരിക്കും. അപ്പോൾ എല്ലാ സ്റ്റുഡൻസും എന്നാണ് ഉദ്ദേശിക്കുന്നത്. എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ എംപ്ലോയി എൻറ്റിറ്റി സെറ്റിലുള്ള, അപ്പോൾ എംപ്ലോയി എന്ന് പറഞ്ഞാൽ എല്ലാം എംപ്ലോയിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കളക്ഷനെയാണ് നമ്മൾ പറയുന്നത്. എംപ്ലോയീസിൻ്റെ ഒരു കളക്ഷൻ അല്ലെങ്കിൽ സ്റ്റുഡൻസിൻ്റെ ഒരു കളക്ഷനെയാണ് നമ്മൾ എൻറ്റിറ്റി സെറ്റ് എന്ന് പറയുന്നത്. അതിൽ 2 ടൈപ്സാണുള്ളത്, സ്ട്രോങ് എൻറ്റിറ്റി, വീക്ക് എൻറ്റിറ്റി. അപ്പോൾ ഈസി ആയിട്ട് ഇത് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇത് നിങ്ങൾക്കൊരു എബവ് ആവറേജ് മാർക്ക് മേടിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. ഇനി നമുക്ക് ഹൈ ആയിട്ടുള്ള ഗ്രേഡ് വേണം എന്നുള്ളവർക്ക് സ്പെഷ്യലി 5 മാർക്സിൻ്റെയും 10 മാർക്സിൻ്റെയും കംപ്ലീറ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി എന്താണ് ആട്രിബ്യൂട്ട്സ് എന്ന് നോക്കാം. ഒരു എൻറ്റിറ്റീനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടീനെയാണ് നമ്മൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുക. ഇപ്പോൾ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ഒരു ഇതിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുക അവരുടെ റോൾ നമ്പർ വെച്ചിട്ടായിരിക്കാം, ചിലപ്പോൾ പേരായിരിക്കും, ഏജ് ആയിരിക്കാം, അഡ്രസ്സ് ആയിരിക്കാം. ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്, ആ സ്റ്റുഡൻ്റാണ് നമ്മുടെ എൻറ്റിറ്റി എന്ന് വിചാരിക്കുക. ആ സ്റ്റുഡൻറ്റിൻ്റെ പേര് ജുവാന. അപ്പോൾ ആ ജുവാന എന്ന് പറയുന്നത് അതിൻ്റെ ആട്രിബ്യൂട്ടാണ്. ഇത് റെപ്രസെൻ്റ് ചെയ്യുക ഓവൽ ഷേപ്പാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു എൻറ്റിറ്റീനെ റെക്റ്റാങ്കിൾ ആണെങ്കിൽ ആട്രിബ്യൂട്ട്സ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക ഓവൽ ഷേപ്പ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കാതെ ആട്രിബ്യൂട്ട്സ് ആണ് എന്നുള്ളത്. ഇനി ടൈപ്സ്. സിമ്പിൾ ആട്രിബ്യൂട്ട് ഉണ്ട്, കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് ഉണ്ട്, സിംഗിൾ വാല്യൂഡ് ആട്രിബ്യൂട്ട് ഉണ്ട്. അപ്പോൾ അതിൽ സിമ്പിൾ ആട്രിബ്യൂട്ട് എന്താണെന്ന് നോക്കാം. അതിന് നമ്മൾക്ക് പിന്നീട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തത്. ഇപ്പോൾ എക്സാമ്പിൾ ഏജ് ഒരു 23 ആണ്. അതിന് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തതിന് നമ്മൾ സിമ്പിൾ ആട്രിബ്യൂട്ട് എന്ന് പറയും. കോമ്പോസിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫർദറി ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഫോമൊക്കെ ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം എന്നൊക്കെ പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കാണാം. അതിനെയാണ് നമ്മൾ കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് എന്ന് പറയുക. ജുവാന മരിയം എന്നാണ് പേരെങ്കിൽ
ഫസ്റ്റ് നെയിം എന്ന് പറയുന്നത് ജുവാന, ലാസ്റ്റ് നെയിം എന്ന് പറയുന്നത് മറിയം ആണ്. അങ്ങനെയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പിന്നീട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതിന് നമ്മൾ കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയും. സിംഗിൾ വാല്യൂ, ഒരേ ഒരു വാല്യൂ ഉണ്ടാവുള്ളൂ, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അത് ഒരൊറ്റ വാല്യൂ ഉണ്ടാവുള്ളൂ, പല പല വാല്യൂകൾ ഉണ്ടാവില്ല. അടുത്തത് മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സ്, ഒരുപാട് വാല്യൂസ് ഉള്ള ആട്രിബ്യൂട്ട്സ് ഉണ്ടായിരിക്കും. ഫോൺ നമ്പേഴ്സിന് ഒരുപാട് വാല്യൂസ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയാം. ഡിറൈവ്ഡ്, ഒരു ഇതിന്ന് ഡിറൈവേഷൻ എന്നൊക്കെ കേട്ടിട്ടില്ല, നമ്മളൊരു ഫോമുല ഡിറൈവ് ചെയ്തെടുക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട് എന്ന് വെച്ചാൽ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഏജ് കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഏജ് വെച്ചിട്ട് നമുക്ക് ഏജ് നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് കണ്ടെത്തും. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത് നോക്കിയിട്ട് നമ്മുടെ ഏജ് എത്രയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിനാണ് നമ്മൾ ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുക. അതായത് ഒരു വാല്യൂവിൽ നിന്ന് നമ്മളുടെ വേണ്ട കാര്യം നമ്മൾ ഡിറൈവ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇത്രയും ടൈപ്സ് ആണ് ഉള്ളത് ആട്രിബ്യൂട്ട്സിന്. നമുക്ക് അടുത്ത് നോക്കാം, കീസ് ആണ്. ഇവിടെ നമുക്ക് കീസ് എന്താണെന്ന് നോക്കാം. കീ എന്ന് പറയുന്നത് ഒരു ആട്രിബ്യൂട്ടിനെ യുണീക്ക്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കീ. കീ ആണ് ഒരു ആട്രിബ്യൂട്ടിനെ യുണീക്ക്ലി ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഓരോ ഡോറിന് സെപ്പറേറ്റ് കീസ് ഉണ്ടായിരിക്കും. അതെന്താ, ആ പർട്ടിക്കുലർ ഡോറ് ഓപ്പൺ ചെയ്യാൻ ആ കീ കൊണ്ടാണ് പറ്റുക. അതേപോലെ നമ്മുടെ ആട്രിബ്യൂട്ട്സിനെ യുണീക്ക്ലി ഐഡൻറ്റിഫൈ ചെയ്യാനാണ് കീസ് ഉള്ളത്. അപ്പോൾ അതിലെ ഫസ്റ്റ് ടൈപ്പാണ് സൂപ്പർ കീ, കാൻഡിഡേറ്റ് കീ, പ്രൈമറി കീ, ഫോറിൻ കീ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സൂപ്പർ കീ. സൂപ്പർ കീ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെറ്റോ അതോ അതിലധികമോ ആട്രിബ്യൂട്ട്സിനെ യുണീക്ക്ലി ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ്. ഒരു എൻറ്റിറ്റിയിലുള്ള ആട്രിബ്യൂട്ട്സിനെ യുണീക്ക്ലി ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് സൂപ്പർ കീ എന്ന് പറയുന്നത്. അതിൽ എക്സ്ട്രാ ആട്രിബ്യൂട്ടുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമുക്ക് റോൾ നമ്പർ ഉണ്ട്, നെയിം ഉണ്ട്, ഫോൺ ഉണ്ട്, ഇമെയിൽ ഉണ്ട്. ഈ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ എൻറ്റിറ്റി ആണെങ്കിൽ അട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ റോൾ നമ്പറും നെയിമും ഫോണും ഇമെയിലും ആയിരിക്കും. അപ്പോൾ അതിൻ്റെ സൂപ്പർ കീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ റോൾ നമ്പർ പ്ലസ് നെയിം അതൊരു സൂപ്പർ കീ ആണ്. റോൾ നമ്പർ പ്ലസ് ഫോൺ അതൊരു സൂപ്പർ കീ ആണ്. റോൾ നമ്പറും നെയിമും ഇമെയിലും ഇതെല്ലാം സൂപ്പർ കീ ആണ്. അപ്പോൾ ഇതെല്ലാം യുണീക്ക്ലി ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതാണ്. നമ്മുടെ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ആളെ റോൾ നമ്പറിൽ ഐഡൻറ്റിഫൈ ചെയ്യണ പോലെയാണോ നെയിമിൽ ഐഡൻറ്റിഫൈ ചെയ്യുക? അല്ല. ഫോണിലുള്ളത് പോലെയാണോ ഇമെയിലിൽ? അതുമല്ല. എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിന് നമ്മൾ സൂപ്പർ കീ എന്ന് പറയും. സ്ലൈഡിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സെക്കൻഡായിട്ട് വരുന്നതിൽ കാൻഡിഡേറ്റ് കീ ആണ്. അപ്പോൾ കാൻഡിഡേറ്റ് കീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു മിനിമൽ സൂപ്പർ കീയുടെ ഒരു മിനിമൽ വെർഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അൺനെസസറി ആട്രിബ്യൂട്ട്സ് ഒന്നും ഉണ്ടായിരിക്കില്ല, ആവശ്യത്തിനുള്ള ആട്രിബ്യൂട്ട്സ് മാത്രമേ ഇതിലുണ്ടായിരിക്കുള്ളൂ. ഇതിൻ്റെ എക്സാമ്പിൾ റോൾ നമ്പർ യുണീക്ക്ലി ഐഡൻറ്റിഫൈ സ്റ്റുഡൻറ്റ്. അപ്പോൾ റോൾ നമ്പർ എന്ന് പറയുന്നതാണ് ആ ഒരു സ്റ്റുഡൻറ്റിനെ യുണീക്ക്ലി ഐഡൻറ്റിഫൈ ചെയ്യണത്. ഇപ്പോൾ ഒരു പേര് വിചാരിക്കുക, ജുവാന എന്നാണ് പേരെങ്കിൽ റോൾ നമ്പർ 1. ആ റോൾ നമ്പർ 1 എന്ന് പറഞ്ഞ ആളാണ് ഈ ജുവാന. അപ്പോൾ ആ റോൾ നമ്പർ എന്താണ് ഇവിടുത്തെ? കാൻഡിഡേറ്റ് കീ ആണ്. ഇനി പ്രൈമറി കീ. എന്താണ് പ്രൈമറി കീ എന്ന് നോക്കാം. അപ്പോൾ പ്രൈമറി കീ എന്ന് പറയുന്നത് ഒരു കാൻഡിഡേറ്റ് കീ ആണ്. ആക്ച്വലി പ്രൈമറി കീ എന്ന് പറയുന്നത് ഒരു കാൻഡിഡേറ്റ് കീ ആണ്. ഡാറ്റാബേസ് ഡിസൈനർ നമ്മുടെ എൻറ്റിറ്റീസിനെ യുണീക്ക്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് പ്രൈമറി കീ. അതിൻ്റെ പ്രോപ്പർട്ടീസ് അത് വളരെ യുണീക്കായിരിക്കും. അതിന് എന്തായാലും ഒരു വാല്യൂ വേണം. അത് നള്ളാക്കി നമുക്ക് ഇടാൻ പറ്റില്ല. സ്റ്റേബിൾ ആയിരിക്കണം, കാരണം അത് ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കാൻ പാടില്ല. വളരെ മിനിമൽ ആയിരിക്കണം. നമുക്കതിൻ്റെ എക്സാമ്പിൾ നോക്കാം. സ്റ്റുഡൻറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ റോൾ നമ്പർ, നെയിം, ഫോൺ ഇത് മൂന്നും പ്രൈമറി കീ ആണ്. അതിൻ്റെ യുണീക്ക്ലി ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളതാണ്. ഡിസൈനർ അങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സ്റ്റുഡൻറ്റിനെ റോൾ നമ്പർ വെച്ച് നമുക്ക് ഡിഫൈൻ ചെയ്യാം, നെയിം വെച്ചിട്ട് കണ്ടുപിടിക്കാം, ഫോൺ നമ്പർ വെച്ചിട്ടും കണ്ടുപിടിക്കാം. ഇനി എന്താണ് ഫോറിൻ കീ നോക്കാം. ഫോറിൻ കീ എന്ന് പറയുന്നത് പ്രൈമറി കീനെ റെഫർ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ പേർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടേബിളുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കുന്നതാണ് ഫോറിൻ കീയുടെ ഒരു പേർപ്പസ്. അതുപോലെ ഇൻറ്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും ഇത് സഹായിക്കുന്നുണ്ട്. ഇതിൻ്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. സ്റ്റുഡൻറ്റ് എന്ന് പറയുമ്പോൾ സ്റ്റുഡൻറ്റ് ഐ ഡി, നെയിം, ഡിപ്പാർട്ട്മെൻറ്റ്. അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ടേബിൾ ഉണ്ട്. അതിൽ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഐ ഡി ഉണ്ടായിരിക്കും, ഡിപ്പാർട്ട്മെൻറ്റ് നെയിം ഉണ്ടായിരിക്കും. ഇതെങ്ങനെയാണ് ലിങ്ക് ചെയ്യണതെന്ന് നിങ്ങൾക്കൊന്ന് നോക്കിയാൽ മനസ്സിലാവും.
സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ടേബിളിൽ സ്റ്റുഡൻറ്റ് ഐ ഡി നെയിമും ഡിപ്പാർട്ട്മെൻറ്റ് ഐ ഡിയാണ് ഉള്ളത്. ആ ഡിപ്പാർട്ട്മെൻറ്റ് ഐ ഡി വെച്ചിട്ട് വേറൊരു ടേബിളുണ്ട്. ആ ടേബിളിലും എന്തുണ്ട്, ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഐ ഡി ഉണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് നെയിമും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, സ്റ്റുഡൻറ്റിലും ഉണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഐ ഡി, ഡിപ്പാർട്ട്മെൻറ്റിലും ഉണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഐ ഡി. അപ്പോൾ ആ രണ്ട് ടേബിളും തമ്മിലുള്ള ആ ഒരു കണക്ഷനെ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിനെ നമ്മൾ പറയുന്നതാണ് ഫോറിൻ കീ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ റിലേഷൻഷിപ്സും ബാക്കി കാര്യങ്ങളും നോക്കാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.